ശിവൻ പൂർണ്ണമാകുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറയുന്നു, ശിവൻ എപ്പോഴും പൂർണ്ണമാകുന്നത് ശക്തി കൂടെ ഉള്ളപ്പോഴാണ്. ശിവൻ അല്ലാത്ത സമയത്ത് നമ്മൾ നോക്കൂ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ശിവനെ എപ്പോഴും നമ്മൾ എങ്ങനെ കാണാം? ശിവൻ ധ്യാനിക്കായിരിക്കും എല്ലാ സമയത്തും. ഭഗവാൻ ആത്മവിചാരം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുന്നൊരു ദേവനാണ്. എപ്പോഴും ധ്യാനം, തപസ്, ഇതൊക്കെയാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബീസ്. ഭഗവാൻ സക്രിയനാവുന്നത് ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടായിരിക്കാം, കേട്ടിട്ട് അതിനനുസരിച്ച് ഭഗവാൻ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശിവൻ ഒറ്റയ്ക്ക് സാധിക്കില്ല, ശിവന്റെ കൂടെ ശക്തി വേണം. ഇപ്പൊ അമ്മ കൂടെ ഉള്ളപ്പോഴാണ് ഭഗവാൻ സക്രിയനാവുന്നത്, ക്രിയേറ്റീവ് ആവുന്നത്. അതുകൊണ്ടാണ് ശക്തിയെ ഉപാസിക്കുന്നതിലൂടെ ശിവനിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ പറയുന്നത്. ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കാണുമ്പോൾ, ഞാൻ കഴിഞ്ഞ തവണയും പറയുന്നു, മോക്ഷം മാത്രം പ്രദാനം ചെയ്യുന്ന ശിവനായിരിക്കും ശിവൻ ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള മഹാദേവന്റെ സങ്കല്പം. ശിവൻ കുടുംബനാഥനായിട്ട് ഗൃഹസ്ഥനായിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെയാണ് ശരിക്കും നമ്മൾ ലൗകികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുക. അപ്പോൾ ഭഗവാന്റെ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി വളരെയധികം കൂടുതലാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രണയം നഷ്ടമാവുമ്പോൾ എത്രത്തോളം വേദന ഉണ്ടാവും എന്നുള്ളത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സതിയുടെ വിയോഗം, ഭഗവാൻ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞിരുന്ന പോലെ ലോക ഗുരുനാഥനാണ് ശിവൻ എന്നാ പറയുക. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഒരു ഭാവമുണ്ട്. അതാണ് ലോകത്തെ വെച്ചിട്ട് ഏറ്റവും വലിയ ഗുരുനാഥന്റെ ഭാവം. അതിനപ്പുറത്തേക്ക് ഒരു ഗുരുനാഥനില്ല. ആ ഗുരുനാഥ ഭാവമുള്ള ശിവനാണ് സതി എന്ന് പറയുന്ന തൻ്റെ ജീവന്റെ പങ്കാളി നഷ്ടപ്പെടുമ്പോൾ ഭ്രാന്തനെ പോലെ പെരുമാറുന്നത്. കത്തിക്കരിഞ്ഞ മൃതദേഹം ചുമന്നുകൊണ്ട് ലോകം മൊത്തം സഞ്ചരിക്കുന്നു. ആ മൃതദേഹമാണ് മഹാവിഷ്ണു ചക്രയച്ച് കഷ്ണങ്ങളാക്കി മാറ്റുകയും ഭഗവാനെ ഒന്ന് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഭഗവാൻ ഈ പറഞ്ഞതുപോലെ തപസ്സിലേക്ക് പോകുന്നു. പാർവതി ഒരുപാട് കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ടാണ് ശിവനെ വീണ്ടും സാക്ഷാത്കരിക്കുന്നത്.